ഗാന്ധി സ്മരണയിൽ ശുചിത്വത്തിന് മുൻഗണന നൽകി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ പരമ്പരാഗത ജലസ്രോതസ്സായ അടിവാടുചിറയും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ.ഇ. അബ്ബാസ് നിർവഹിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരമ്പരാഗത ജലസ്രോതസ്സായ അടിവാടുചിറയും പരിസരവും ശുചീകരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ.ഇ. അബ്ബാസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കെ എച്ച് ഷുക്കൂർ, കെ എം ഷൈമോൻ, ബേബി മാത്യു, ഫാറൂഖ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. അടിവാട് ടൗണിൽ സെൻട്രൽ ജുമാ മസ്ജിദിന് പുറകിലായി 72 സെന്റ് സ്ഥലത്തെ കാടുകൾ ഉപയോഗയോഗ്യമല്ലാതെ കിടന്നിരുന്ന ചിറ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് നവീകരിച്ചത്. ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് അടിവാട് ചിറ നവീകരിച്ചതാണ്. വളരെ മനോഹരമായ രീതിയിൽ ഒരു മിനി പാർക്ക് പോലെ നവീകരിച്ച അടിവാട് ചിറ ഘട്ടഘട്ടമായി വിവിധ സാംസ്കാരിക സംഘടനകൾ ഇവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിവരാറുണ്ട്. ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പഞ്ചായത്തിൻ്റെ തന്നെ നേതൃത്വത്തിലാണ് അടിവാട് ചിറയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 13 വാർഡുകളിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അടിവാട് ചിറയും ശുചീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലത്തിനി തിരക്കിന്റെ നാളുകൾ. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ എൽദോ മാർ ബസലിയോസ് ബാവയുടെ 339 ഓർമ്മ പെരുന്നാളിന് കൊടികയറി. പ്രധാന പെരുന്നാൾ ഒക്ടോബർ 2, 3, 4 തീയതികളിൽ.